ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള ഏത് വിദ്യാഭ്യാസ യോഗ്യതയും ഏത് ബാക്ക്ഗ്രൗണ്ടും ഉള്ളവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ബ്രാഞ്ച് പഠിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രം വച്ചിട്ട് ജോലിക്ക് കയറി പിന്നെ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 4 ഡൊമൈൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഹ്യൂമൻ റിസോഴ്സസ്, 2 മാർക്കറ്റിംഗ്, 3 സെയിൽസ്, 4 അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ്. ഇതിൽ ഹ്യൂമൻ റിസോഴ്സസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിനകത്ത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, ആ വേർഡിനകത്ത് തന്നെ അതിനകത്ത് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. മനുഷ്യ വിഭവശേഷി മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് വരുന്ന ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകും. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതുതായി തുടങ്ങുന്ന ഒരു കമ്പനി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം നിങ്ങളൊരു പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടത് ഓഫീസും ബാക്കി കാര്യങ്ങളും എല്ലാം റെഡിയായി. ഇനി അതിനകത്ത് വേണ്ടത് കമ്പനിക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെയാണ്. HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ആദ്യം വരുന്ന ഒരു ഭാഗമാണ് റിക്രൂട്ട്മെൻറ്റ്. കമ്പനിക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ റിക്രൂട്ട്മെൻറ്റ് ഡിവിഷൻ്റെ ജോലി എന്ന് പറയുന്നത്, HR-നകത്തുള്ള റിക്രൂട്ട്മെൻറ്റ് ഡിവിഷൻ. പിന്നെ അടുത്തൊരു ഭാഗമുണ്ട് അവരെ കൂടുതൽ ട്രെയിൻ ചെയ്ത് അവരുടെ കഴിവുകളെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക, റീസ്കില്ലിംഗ് എന്ന് പറയും. അതായത് റീസ്കില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ജോലിക്ക് കയറുന്ന സമയത്തുണ്ടായിരുന്ന സ്കിൽസിനെ കഴിവുകളെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി കൊണ്ട് പോവുക എന്നുള്ളതാണ്, ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പം അതിനകത്ത് ചിലപ്പോൾ അതിനകത്തൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചില പ്രത്യേക ഏരിയകളിൽ ചില ആൾക്കാരുടെ കഴിവുകൾ അല്പം കുറവാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് പേറോൾ മാനേജ്മെന്റ്, അവരുടെ എംപ്ലോയീസിന്റെ ശമ്പളം, അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ അതെല്ലാം സമയാസമയങ്ങളിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഹാപ്പിയാണോ, അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അവർക്ക് ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പെട്രോളിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഒക്കെ ചിലവാക്കുന്ന കാശ് അവർക്ക് സമയാസമയങ്ങളിൽ റീഇംബേഴ്സ് ചെയ്ത് കിട്ടാറുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം HR-നകത്ത് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അതുപോലെ ഈ HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തന്നെ നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പെർഫോമൻസ് മോണിറ്ററിങ്. കമ്പനി എടുത്ത ആൾക്കാരുടെയൊക്കെ പെർഫോമൻസ് കമ്പനി പ്രതീക്ഷിച്ച രീതിയിലാണോ മുമ്പോട്ട് പോകുന്നതൊക്കെ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് HR-ലുള്ള ആൾക്കാരാണ്. ഇനി ഈ HR ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു ജോലിക്ക് കയറുവാൻ വേണ്ടിയുള്ള നിങ്ങൾക്കുള്ള അത്യാവശ്യം യോഗ്യതകൾ എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു കഴിവ്. കാരണം നമ്മൾ ആൾക്കാരെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള കഴിവുകൾ വേണം, നല്ല കഴിവുണ്ടായിരിക്കണം. അതുപോലെ പ്രോബ്ലം സോൾവിങ്. കമ്പനിക്കകത്ത് തന്നെ മറ്റ് ഇന്റേണലി എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായെന്നിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യം, ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ലേബർ ലോയെ പറ്റിയൊക്കെ ജോലിക്ക് കയറിയതിന് ശേഷമെങ്കിലും ഒക്കെ പഠിക്കുകയും അറിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്.